കർത്താവ് ലഗ്യോൻ ബാധിച്ചവന്റെ അടുക്കൽ ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ തലയിൽ കൈവച്ച്, ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും പോലെ ഭൂതം പിടിച്ചവന്റെ തലയിൽ അരിയാട്ടുന്നത് പോലെ 1.5 മണിക്കൂർ തലയിൽ കൈവച്ച് ആണോ യേശു, അങ്ങനെയാണോ ശുശ്രൂഷിച്ച് ലഗ്യോൻ ബാധിച്ചവനെ? കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയത് കർത്താവ് യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ സകല 6000 ഭൂതം എന്ത് ചെയ്തു? പ്രൈസ്, ഒറ്റ നിമിഷം കൊണ്ട് ആ വ്യക്തിയെ വിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ അതിന്റെ പുറകിൽ കർത്താവിന്റെ രഹസ്യം വേറൊന്നുമല്ല. പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് രഹസ്യത്തിൽ മലമേൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം യേശുവിന് ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും ഭൂതത്തെ പുറത്താക്കാൻ സാധിക്കും. നീ മലമേൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നും കാണത്തിൽ. പ്രാർത്ഥിക്കുന്നവൻ, ദൈവവുമായിട്ട് ബന്ധമുള്ളവന് അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനോട്ട് ബന്ധം നിനക്കുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, നീ യേശുവുമായിട്ട് കണക്റ്റ് ആണെങ്കിൽ, സ്വർഗവുമായി നിനക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, നീ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് വചനം പറയുകയാണ്.